സ്ലൈം അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് നമ്മൾ സ്ലൈം 1 കിലോ ടോയ് സ്ലൈം, അത് നിയോൺ ആണ് തോന്നുന്നു, ടോയ് സ്ലൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കിലോ ടോയ് സ്ലൈം ഉണ്ട്. ഇത് എന്താ പറയുക, നിയോൺ ആണ് കേട്ടോ, തിളങ്ങും. പിന്നെ മാഗ്നറ്റിക് സാൻഡ്, ഒരു കുഞ്ഞു മാഗ്നറ്റിക് സാൻഡ് മാത്രം കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ടീക്കുട്ടിക്ക് ഇഷ്ടമല്ല. അതികൂട്ടോ ഇപ്പം 2 ദിവസം സ്കൂളില്ല, കാരണം എക്സ്കർഷന് പോയിരിക്കുകയാണ് കേട്ടോ. കൃഷ്ണ, എക്സ്കർഷന് 2 പേരും പോകാൻ ഇഷ്ടമില്ല, അങ്ങനെ വിടാറുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ 2 സംഭവങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ 1 കിലോ ടോയ്, ആദ്യമായിട്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ഇത്രയും സ്ലൈം കുട്ടി സ്ലൈം ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും അല്ലേടാ? To play with squishy slime. Yes. Water slime ആണോ? വാട്ടർ സ്ലൈം ആണോ? അത് തുറക്കല്ലേ, വെയിറ്റ്. മാഗ്നറ്റിക് സാൻഡ് കാണിച്ചേടാം. അപ്പം നിങ്ങൾക്ക് മാഗ്നറ്റിക് സാൻഡിൽ കളിക്കാനാണോ ഇഷ്ടം, തൊടല്ലേ സ്ലൈമിൽ കളിക്കാനാണോ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് സാൻഡ് മാറ്റി വയ്ക്കാം. അതികൂട്ടാ, എല്ലാവർക്കും സ്ലൈമാണ് ഇഷ്ടം. മാഗ്നറ്റിക് സാൻഡ് മാറ്റി വെച്ചോ. നല്ല വെയിലിട്ടോ, നമുക്ക് പുറത്തൊന്നും നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു വഴിയില്ല. ഓക്കെ, ഒരു മിനിറ്റ്. സ്ലൈം എല്ലാവരും ആദ്യം ഈ ഒരു ടേബിൾ നന്നായി വൃത്തിയാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു എന്താക്കണം, ഒരു ബബിൾ ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അദ്ദിക്കുട്ടനെ കാണിച്ചുകൊണ്ട് നമ്മുടെ 2 വീഡിയോ കിഡ്സ് വീഡിയോ ആയി. അദ്ദിക്കുട്ടൻ്റെ ടോയ് കളക്ഷൻ ഈ കിഡ്സ് വീഡിയോ ആയി കഴിഞ്ഞാൽ എന്താ പറയുക, പ്രശ്നം നമുക്ക് റീച്ചേ വരത്തില്ല. അതായത് കിഡ്സിന് മാത്രമേ കാണിക്കൂ, കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദിക്കുട്ടനെ കണ്ട എല്ലാവർക്കും ഒരു കുഞ്ഞു വാവയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ എന്താണെന്നറിയോ, 3ാം ക്ലാസ്സിലാണ് പഠിക്കണേ. അപ്പോൾ നമ്മുടെ അദ്ദിക്കുട്ടൻ ടോയ് കളക്ഷൻ വീഡിയോയിൽ മൊത്തം കമൻറ്റ് ഓഫ് ആണ്, ഒന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, നമുക്കിത് തുറന്നു നോക്കാം അല്ലടാ? ചപ്പാത്തി പോലെ എനിക്ക് തോന്നിയത് ഹൽവ പോലെയാണ് കേട്ടോ, നല്ല സോഫ്റ്റ്. അങ്ങനെ നമ്മുടെ 1 kg സ്ലൈമാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് നമ്മളൊക്കെ കുഞ്ഞു നമ്മുടെ ടീക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക്, ലാസ്റ്റ് ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ കുഞ്ഞു സ്ലൈം ആയിരുന്നു. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. ഇത് വേർത്ത് ആണോ എന്ന് ഞാൻ പറയാം കേട്ടോ, കാരണം ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്. 500 ആകും, അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരെണ്ണം വാങ്ങിയാൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ലാഭം കേട്ടോ. എപ്പോഴും 1 kg തന്നെ വാങ്ങിച്ചോളൂ. ഓറഞ്ച് നല്ല മണം, അത് ശരിക്കും ഓറഞ്ചിന്റെ ഫ്ലേവർ ഇടാ അല്ലേ, ഓറഞ്ചിന്റെ ഫ്ലേവർ. അപ്പോൾ എല്ലാവരും സ്ലൈം തന്നെ ആയിരിക്കും കമൻറ്റ് ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് നോക്കി, നമ്മൾ ബബിളാക്കാനുള്ള ശ്രമമാണോ? ഒന്നും ആയിട്ടില്ല, എവിടെയും ആയിട്ടില്ല. നന്നായി ടീക്കുട്ടി അതിനെ സ്മാഷ് ചെയ്തിട്ട് വേണം സെറ്റാക്കാൻ. ആയോ? അത് പറഞ്ഞ ബബിൾ ഉണ്ടാവില്ല. മമ്മ അതിനു വേണ്ടി വാങ്ങി മമ്മ കഷ്ടപ്പെട്ട ഒരു ബബിള് കാണാൻ വേണ്ടിട്ട് ചെയ്താൽ അതറിയ പോടാ. അവസാനം നമ്മുടെ ടീക്കുട്ടി ദേ ഒരു ചെയറിന്റെ മേലെ കയറി നിന്നിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. പൊട്ടി വേഗം എടുക്കും. ഇല്ലില്ല, അവിടെ ക്ലീൻ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. വേഗം എടുത്തു, വേഗം എടുത്തിട്ട് അവിടെ വെച്ചു. അപ്പോൾ നമുക്കിനി ബബിൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് ടീക്കുട്ടിക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഷോർട്ടിൽ കണ്ട പോലെ തന്നെ നമ്മളത് വാട്ടർ സ്ലൈമോ? എനിക്കത് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതോ. പക്ഷെ ഇത് ബബിളും അല്ല, ഇത്ര വീഡിയോസിലൊക്കെ എത്ര ഭംഗിയായിട്ടാണല്ലേ കാണുന്നത് ബബിള്. പിടിച്ചു വലിക്കണം. ഓക്കെ. ഓരോരോ വീഡിയോസിലെ ഓരോരുത്തർ ഈ സ്ലൈം വെച്ച് ബബിൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേ കൊതിയാവാണ്. നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട്. ചെയ്തോ. സൂപ്പർ, ഓസം. എന്തേ സമർ, ഇതില് സൗണ്ട് വരില്ല, ഇതില് വരില്ലടാ. ഗയ്സ്, അപ്പോൾ ഞാൻ ASMR ചെയ്യാൻ പോവാണ്. ഇതിലെങ്ങനെയാണ് ടിയ നീ ASMR? ഈ മൈക്ക് എനിക്ക് ഇഷ്ടമില്ല.
എല്ലാം അവരിങ്ങനെ സംസാരിക്കുന്ന രീതി. നിങ്ങൾ എന്തിനാ എന്നോട് മൈക്ക് എടുക്കാൻ പറഞ്ഞു ടിയ? ഓക്കെ, അപ്പൊ ദേ ശബ്ദം കേൾക്കാൻ പോട്ടോ. ASMR കാണാണെങ്കിൽ ടോപ്പ് ASMR കാണുകയാണെങ്കിൽ നമ്മുടെ ടീക്കുട്ടിയുടെ ചാനലാണ് കാണേണ്ടത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതൊന്ന് പിടിച്ച് എങ്ങനെയാ നീ സ്മാഷ്. ഓക്കെ, എനിക്ക് ആകെ 2 കയ്യില്, ഒരു കയ്യില് ഞാൻ ഫോണും ഒരു കയ്യില് മൈക്കോ വെച്ചിട്ടില്ലേ. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേന്നും കൂടി നീ പറഞ്ഞു തരൂ. ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്താ? ജസ്റ്റ് വെയിറ്റ്. അടിപൊളിയടാ. ഓ, ഇനി ഇതിനെ ആക്കുമ്പോഴാണ് സൗണ്ട് വരിക അല്ലേ? ഓക്കെ, ASMR റെഡി ആയോ? ASMR is ready. അങ്ങനെ സൗണ്ട് ഉണ്ടാവുക. അപ്പൊ ദേ നമ്മുടെ മാഗ്നറ്റിക് സാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാഗ്നറ്റിക് സാൻഡ് ആണോ ഇഷ്ടം അതോ സ്ലൈം ആണോ ഇഷ്ടം? കമന്റ് ചെയ്യുക. ഈ ക്വാളിറ്റിയുള്ള മാഗ്നറ്റിക് സാൻഡ് എങ്ങനെയാ അറിയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിൽ വെക്കുമ്പോഴത്തന്നെ അത് താഴോട്ട് ഇങ്ങനെ ചോർന്നു പോകും, താഴോട്ട് ഇങ്ങനെ വീണ് പോകും. അതാണ് ക്വാളിറ്റി ഉള്ള മാഗ്നറ്റിക് സാൻഡ് കേട്ടോ. അയ്യോ, മുടിന്ന് റിയൽ മുടിന്ന് ഞാൻ അവിടെ കാല് വീണിട്ട് ഞാൻ അവിടെ വെച്ചു. പൊട്ടിപ്പോയോ? റിയൽ മുടി ഇതാട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ക്വാളിറ്റി ഉള്ള. പക്ഷെ ഇതെനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല, ഇത് അത്ര വലിയ ക്വാളിറ്റി ആയി തോന്നുന്നില്ല. ഇതിങ്ങനെ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ തനിയെ അത് ഇങ്ങനെ വീഴു പോകും കേട്ടോ. അപ്പൊ അത്ര എനിക്ക് ചെയ്തോടാ, എനിക്ക് അങ്ങനെ ക്വാളിറ്റി ആയിട്ട് ഇത് ഇങ്ങനെ ഫീൽ ചെയ്തില്ല. നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ഇതിനുള്ളിൽ ഡാം പോവാണ്. വേണ്ട പൊന്നാ, ഫസ്റ്റ് ലെയർ ചെയ്യാൻ പോവാണ്. അതെല്ലാം കൊണ്ടിട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, സ്ലൈം ഓർ മാഗ്നറ്റിക് സാൻഡ്? എനിക്ക് മാഗ്നറ്റിക് സാൻഡ് അഥവാ കൈനറ്റിക് സാൻഡ് എന്നും പറയട്ടെ, അതിന് എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത് അധികം എനിക്ക് അങ്ങനെ അത് ഒറിജിനൽ ആയിട്ട് തോന്നിയില്ല ഈ കൈനറ്റിക് സാൻഡ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പൊട്ട കൈനറ്റിക് സാൻഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഒരു പ്രാവശ്യം കുറച്ച് ചെറുത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആനുവൽ എക്സാം ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? ടീക്കുട്ടിക്ക് March 1 to March 27 വരെയാണ് ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണത്. 27 ടീക്കുട്ടിയുടെയും മധുക്കുട്ടൻ്റെയും സ്കൂള് ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് അടിച്ച് പൊളിക്കാം കേട്ടോ. പിന്നെ അതിലൊരു നെന്മാറവേല. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സ്പെഷ്യൽ സംഭവം വരുന്നുണ്ട്, ക്രാക്കേഴ്സ്. നമ്മളതിന് മറ്റേ എന്താ പറയുക, വിഷുവിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്യാം കേട്ടോ. അത് ഞാനത് എത്തട്ടെ ടിയ, അവർ ഇവിടെ കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. മുട്ടയിടുന്ന കോഴിയുടെ പടക്കൊക്കെ ഉണ്ടിടാം, വെറൈറ്റി സാധനം, ഫുൾ ഓഫ് വെറൈറ്റീസ്. നോക്കട്ടെ കേട്ടോ, ആദ്യം നിമിഷാൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് സാൻഡ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ അങ്ങനെ സെറ്റായി. ഇനി അത് കമഴ്ത്താം. ആയിട്ടില്ല, ഒന്ന് ടാപ്പ് ചെയ്യൂ കമഴ്ത്തിക്കോളൂ. യെസ്, മെല്ലെ എടുക്കൂ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് തോന്നുന്നു ടിയ. ഓ ഗൈസ്, ശരിക്കും ഒരു സാറ്റിസ്ഫൈങ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഇനി അതിന്റെ മേലെ വെച്ചോ. അയ്യോ, സൂപ്പർ ആയിട്ടുണ്ടല്ലടാ. കട്ട് ചെയ്തോളൂ. ഈ ഫ്രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യും, എന്നാലേ കാണുള്ളൂ. മമ്മ വേണ്ടടാ. ഗൈസ്, കട്ട് ചെയ്യാൻ പോവാണ്. ബർത്ത്ഡേ ടു യു. സോ നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ചെയ്യുക. സ്ലൈം ഓർ സർപ്രൈസ് അല്ല, ഞാൻ വീണ്ടും എന്റെ കൃഷ്ണ. ഓക്കെ, ഇംഗ്ലീഷിൽ ഫസ്റ്റ് കിട്ടിയിട്ടാണ് സർപ്രൈസ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ മുത്തേ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ തായ്ലൻഡ് സ്നാക്സ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇറ്റ്സ് സ്പെഷ്യൽ സ്നാക്സ്. അപ്പം വേറൊരു വീഡിയോ, അതായത് നമ്മൾ തായ്ലാൻഡിൽ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇത് ഏതോ ഒരു പീച്ച് ഫ്ലേവർ ഒരു സാധനമാണ്. പിന്നെ ഈ ഒരു ഗ്രീൻ ഗ്രേപ്സ് ഒരു ക്യാൻഡിയാണ്. ഇത് കാണാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. വാട്ടർ ഐറ്റംസ് അലൗഡ് അല്ല, പക്ഷേ ടീ കൂട്ടർ ഒരു വാട്ടർ ഐറ്റം എയർപോർട്ടിലെ കസ്റ്റം അവര് യോഗട്ട് അവർ പിടിച്ച് വേസ്റ്റ് ബാസ്ക്കറ്റിൽ അങ്ങ് ഇട്ടു. അപ്പോൾ പിന്നെ അടുത്തത് ഗൈസ്, ഇത് നോക്കിയ ഒരു ബഗ്ഗിൻ്റെ ക്യാൻഡി കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാനും നല്ല പോലെ. ശരി, നോക്കട്ടെ എങ്ങനെയുണ്ടത്. ഞാൻ പറയട്ടെ,
ആ കഴിച്ചോ. ഗൈസ് ശരിക്കും ഗ്രേപ്സ് പോലെ ആവണ്ടാണ്. ഗ്രേപ്സിന്റെ ഫസ്റ്റ് തൊലി ഉണ്ടാവുമല്ലോ, നമ്മൾ ഇതാണ് തൊലി കേട്ടോ. എവിടെ വയ്ക്കും കാണുന്നില്ല. ഓക്കെ. ഓ ഇതാണ് ഗ്രേപ്സ്. എടാ അത് അങ്ങനെയല്ല കേട്ടോ ഗൈസ്, അത് ശരിക്കും ഇത് കഴിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കഴിക്കുകയും ചെയ്യാം, നോ പ്രോബ്ലം അല്ലേ. ഏതാ ഗൈസ് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. ഈ ജെല്ലി നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഇതിലോട്ട് വരില്ല. കാരണം ഇത് വെള്ളം മാത്രമേ, ഇത് സിപ്പ് ചെയ്ത് കുടിച്ചാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എങ്ങനെയുണ്ടാ അതിനുള്ളിലത്തെ ആ കുഞ്ഞ് ഗ്രാനുൾസ് എന്താ സാധനം, ആ ഒരു കുഞ്ഞു ബോൾസ് അത് എന്താ സാധനം, ജെല്ലിയാണോ, മൊത്തത്തിൽ ജെല്ലിയാണോ? സംഗതി സൂപ്പർ കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചിട്ട് കാര്യമില്ല, ഈ സംഗതി വരില്ല. നമ്മൾ സിപ്പ് ചെയ്ത് കുടിച്ചാലേ ഇത് വരൂ. വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഇതിന് എത്ര ബാത്താണെന്നറിയോ? ഇതിന് 10 ബാത്താ. ഇവിടെ ഒരു 20 റുപ്പീസ് ഇതിനുള്ളൂ. സംഗതി അടിപൊളിയാണ്. തായ്ലാൻഡിൽ പോവുകയാണെങ്കിൽ 7-Eleven എന്ന് പറഞ്ഞ ഷോപ്പിൽ, നമ്മളിപ്പോൾ ദുബായിൽ പോകുമ്പോൾ ഡേ ടു ഡേ ഇതിൽ പോകില്ല, അതേപോലെ ഈ 7-Elevenൽ കയറിക്കോളൂ കേട്ടോ. നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വരാം. എങ്ങനെയുണ്ടടാ? കുഞ്ഞിന് കൊടുക്കൂ, ടേസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കൂ. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടുത്ത വരെ വീഡിയോ കാണാം.